നിഫ്റ്റി ഒന്ന് അനാലിസിസ് ചെയ്യാം. അതായത് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് ഇടിഞ്ഞു കിടക്കുകയാണല്ലോ 11-ാം തീയതി. അപ്പോൾ ഇതിന് ശേഷം ഇനി റിയാക്ട് ചെയ്യുക, അടുത്ത ദിവസങ്ങളിൽ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്നത് വെച്ചാൽ ഒരു ഡീലിംഗ് റേഞ്ച് തിയറി എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു പുള്ള് കിട്ടി മാർക്കറ്റ് കയറി ഇങ്ങനെ പോയേക്കുവാണ്. അപ്പോൾ നോക്കേ, ഒരു ഡീലിംഗ് റേഞ്ച് തിയറി നോക്കുമ്പോൾ DRT ഫിബിൻ്റെ DRT നമ്മൾ നോക്കുമ്പോൾ ലെവല് 3.5 വന്ന് കിടക്കുകയാണ് അല്ലേ, 1, 0.7, 0.5, 0.2, 0. അപ്പം മാർക്കറ്റ് ഒരു ഹൈ കിട്ടിയതിൻ്റെ ഒരു റിയാക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്, തിരിച്ച് റിട്രേസ്മെന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇനി അത് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം നടക്കാൻ പോകുന്നത് ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് ബിഹേവ് ചെയ്ത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകാനായിരിക്കും ടെൻഡൻസി. ഇത് ഒരു ദിവസം കൊണ്ട് നടക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇത് ഇപ്പം നിലവിൽ ഡേ ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് നമുക്ക് നോക്കാൻ പോകുന്നത്. അടുത്ത ഒരു 4 അവർ ചാർട്ടിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പം 4 അവർ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ചാർട്ടിനെ ഒന്ന് റീഡ് ചെയ്യാൻ നോക്കിയാൽ അതാണ്ട് ഇങ്ങനെ ഒരു ലോവർ ലോ ഹയർ ലോ ഉണ്ടാക്കി, പിന്നെ ഒരു ഹയർ ഹൈ ഉണ്ടാക്കി, ഒരു ലോവർ ഉണ്ടാക്കി, ഒരു ഹയർ ഉണ്ടാക്കി, പിന്നെ ഒരു ലോവർ ഉണ്ടാക്കി. മാർക്കറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ താഴേക്ക് വരുമ്പോൾ ഏത് പോയിന്റിൽ നിന്ന് ഇനി മേളിലേക്ക് കയറും എന്നുള്ള കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 4 അവറിൻ്റെ ഒരു അനാലിസിസ് ചെയ്ത് നോക്കുമ്പം നമുക്ക് 4 അവറിൻ്റെ എവിടെയെങ്കിലും ഇവിടെ ഒരു OB ആണെന്നുണ്ടോ ഉണ്ടോ നോക്കാം അല്ലേ. 4 അവറിൻ്റെ OB എല്ലാം ഉണ്ടോ മിനിഗേറ്റ് ചെയ്തിട്ട് വേണ്ടേ, നമുക്കിവിടെ എന്തെങ്കിലും വലിപ്പം ചെയ്യാം. 4 അവറിൽ മാർക്കറ്റ് താണ്ട് ഇവിടെ ഈ ഒരു ക്യാൻഡിലിനെ ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഒരു സ്വീപ്പ് നടത്തിയിട്ടുണ്ട്. ഈ സ്വീപ്പ് നടത്തിയേക്കുന്ന ഈ ക്യാൻഡിൽ നിന്നും മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത ഉടനെ ഒരു ഹയർ രീതിയിൽ ഒരു പുൾ ബാക്കിലേക്കാണ് പോയത്. നല്ലത് കയറി മാർക്കറ്റ് പോയി. അപ്പോൾ നോക്കേ, ആ മാർക്കറ്റ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കാണ് മാർക്കറ്റ് ഇന്നിപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. 11:07 വന്നു, ലൈവാണിത് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ എന്താണ്, ഇവിടെ ഒരു ക്യാൻഡിലിനെ സ്വീപ്പ് ചെയ്തു, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. 4 അവറിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. 4 അവറിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് അപ്സൈഡിലേക്ക് ഉണ്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്നിട്ട് നല്ല ഹയർ മൂവ്മെന്റ് ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതൊരു പക്ക ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ ഗ്രീൻ ക്യാൻഡിൽ ലോയും ഈ റെഡ് ക്യാൻഡിലിന്റെ തൊട്ട് ഇടത് സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള റെഡ് ക്യാൻഡിലെ ടോപ്പും വെച്ചുകൊണ്ട് നമുക്ക് 4 അവർ ഓർഡർ ബ്ലോക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ 4 അവർ ഓർഡർ ബ്ലോക്ക് നമുക്ക് അപ്സൈഡിലേക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിന് 856, 864 ഫ്യൂച്ചർ ചാർട്ടിൽ. പക്ഷെ നമ്മുടെ ഓർഡർ ബ്ലോക്കിനകത്തുള്ള മിനിഗേറ്റ് ചെയ്യണമെങ്കിൽ 687, ജസ്റ്റ് ഒരു 200 പോയിന്റ് കൂടെ വേണ്ടി വരും. അപ്പോൾ 200 പോയിന്റ് വന്നിടിഞ്ഞ് ഇന്ന് ചിലപ്പോൾ ഇടിഞ്ഞിട്ട് നാളെ കടന്ന് കളിച്ച് റേഞ്ച് ബൗണ്ടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ വന്നിട്ട് കയറിപ്പോയ മാർക്കറ്റ് നല്ലൊരു റിട്ടേൺ നമുക്ക് തരും. മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ തിരിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ടാർഗറ്റ് ഈ ഒരു ഹൈ വരെ, ഈ ലിക്വിഡിറ്റി വരെ നമുക്ക് ടാർഗറ്റ് എടുക്കാൻ പറ്റും. ഒരു ടാർഗറ്റ് ആയിരിക്കും അത്. ഇപ്പോൾ ടാർഗറ്റ് 1 ആണോ ഇതാണെന്ന് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് പോയിട്ട് നോക്കാം. ഇനി മാർക്കറ്റ് ഇത്രയും വലിയൊരു ഗ്യാപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് വേണമെങ്കിൽ ഈ ബാങ്ക് നിഫ്റ്റിയിൽ ഈ നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ ഈ ഒരു എൻക്രോച്ച്മെന്റ് മധ്യ ഹാഫ് വന്നിട്ട് മാർക്കറ്റ് കയറിപ്പോകാം. അത് ക്യാഷ് ഉള്ളവർ, അത്രയും സ്റ്റോപ്പ് ലോസ് ക്യാഷ് ഉള്ളവർക്ക് മാത്രമേ അത്രയൊക്കെ ട്രേഡ് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റൂ. ഈ എൻക്രോച്ച് മെത്തേഡ് മൈൻഡിൽ തന്നെ വരുവാണെങ്കിൽ പോലും മാർക്കറ്റ് നോക്കേ എത്ര പോയിന്റ് ഉണ്ട്, 228 പോയിന്റിന്റെ SL ഉണ്ട്. അതൊക്കെ ഹൈ SL ആണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ചാടിക്കയറി എൻട്രി എടുത്ത് ഹയർ SL കൊടുത്തിട്ട് എടുക്കാൻ നിൽക്കത്തില്ല. കാരണം DK ഒക്കെ വന്നിട്ട് ഇന്നത്തെ ട്രേഡ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് കളിച്ച് നാളേക്ക് ആകുമ്പോൾ DK വന്നിട്ട് നമ്മുടെ പ്രീമിയം കുറയാം.
നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ഓർഡർ ബ്ലോക്കിൽ തന്നെ എൻട്രി കിട്ടുവാണെങ്കിൽ മാത്രമേ ഞാൻ ഈ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 143 നൂറ്റമ്പത് പോയിന്റ് എന്ന് പറയുന്നതിൻ്റെയും ഹയർ ആണ്. പക്ഷെ 150 പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 60 40 4 14 28 108 ഒരു 100 പോയിന്റ് എസ് എൽ വെച്ചുകൊണ്ട് ഒരു ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഇപ്പം മാർക്കറ്റ് ഒരു പക്ഷേ ഇവിടുന്ന് ഇടിഞ്ഞ് പെട്ടെന്ന് ചാടി കയറില്ല. ഇവിടെ വന്ന് മാർക്കറ്റ് ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ മാർക്കറ്റ് ഇങ്ങനെ ഇടിഞ്ഞ് വന്ന് ഓർഡർ ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു ഓർഡർ ബ്ലോക്ക് ടച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു റിജക്ഷൻ ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വെയിറ്റ് ചെയ്ത് ഇത്രയും എസ് കിടക്കുന്നുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ ഒന്നും കൺഫർമേഷൻ കിട്ടും. ചിലപ്പോൾ ഈ റിജക്ഷൻ ഇവിടെ കിട്ടുന്ന ഈ റിജക്ഷൻ തന്നെ എന്ത് ചെയ്യും, നേരെ കയറി പോകാം. അപ്പൊ എൻട്രി കിട്ടിയില്ലെന്ന് മിസ്സായി പോയി എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ എസ് എൽ കൊടുക്കുക, കയ്യിൽ കൂടുതൽ ക്യാഷ് ഉള്ളപ്പോൾ മാത്രം നമ്മൾ അങ്ങനെ എസ് എൽ അറേഞ്ച് ചെയ്തുകൊണ്ട് ഇത്രയും പോയിന്റ് എസ് എൽ അറേഞ്ച് ചെയ്തുകൊണ്ട് ഹയർ ടാർഗറ്റ് പിടിക്കാനായിട്ട് നോക്കും. ഒരു ദിവസം അല്ലെങ്കിൽ പിറ്റേന്നൊക്കെ എടുത്തൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ആണ് ഇത്രയും മാർക്കറ്റ് ആണ്, ഇതിനെ ആണെങ്കിൽ ടച്ച് ചെയ്ത് നമ്മൾ ഓർഡർ ബ്ലോക്കിലാണെങ്കിൽ ഒന്ന് മിതിഗേറ്റ് ചെയ്തിട്ട് ശകലം ഒന്ന് അപ്പ് കാണിച്ചിട്ട് പിന്നെ ഒറ്റ അടിക്ക് ചൊറ്റുമ്പോൾ താഴോട്ട് വന്നിട്ട് പിന്നെ വന്ന് ഓർഡർ ബ്ലോക്കിൽ നിന്ന് വീണ്ടും എടുത്തു. അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് കൺഫർമേഷൻ കിട്ടിയിട്ട് ഇവിടുത്തെ എസ് എൽ ചിലപ്പോൾ ഒന്നുകൂടെ കുറയും. അതായത് നമ്മൾ 100 പോയിന്റ് എസ് എൽ വെക്കുന്നിടത്താണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ 80 പോയിന്റ് എസ് എൽ വെക്കുന്നിടത്ത് 60 പോയിന്റ് എസ് എൽ ഒക്കെ കിട്ടുവാണെങ്കിൽ പക്കയായിട്ട് നമ്മുടെ ഒ ബിയിൽ നിന്നുള്ള ഓർഡർ എടുക്കും. ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടാർഗറ്റുകളും കയറി ഇപ്പോൾ നമ്മുടെ ഹയർ ടോപ്പ് ടാർഗറ്റ് ഇവിടം വരെ നമ്മൾ എടുക്കാൻ നോക്കും. അതായത് 57,500 എന്നുള്ളത് അതിനെ പിടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഹയർ ആയിട്ടുള്ള നല്ലൊരു പ്രോഫിറ്റിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി 1 അവറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ